പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് കിഴി പൊറോട്ടയാണ്. ഇപ്പം പിള്ളേർക്ക് ഇടയ്ക്കൊക്കെ നമുക്ക് വീട്ടിലൊക്കെ ഇതേപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ലതായിരിക്കും. കാരണം പുറത്തുനിന്ന് കൂടുതലും വാങ്ങിക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്നതാണ്. മെനക്കേടാ, എന്നാൽ തന്നെയും വല്ലപ്പോഴെങ്ങാണ് നമുക്ക് വീട്ടിലിങ്ങനെ തയ്യാറാക്കി കൊടുക്കാം. നമ്മൾ വീട്ടിൽ തയ്യാറാക്കുമ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റ് ആട്ടോ. നല്ല സോഫ്റ്റാണ്, പൊറോട്ടയൊക്കെ നല്ല സോഫ്റ്റുമാണ്, നല്ല ടേസ്റ്റുമാണ്. ചൂടോടെ ഈ കിഴി തുറക്കുമ്പോൾ നല്ല മണം കേട്ടോ അടിക്കുന്നത്, നല്ല നമുക്ക് കൊതിപ്പിക്കുന്ന മണം അടിക്കുന്നത്. അപ്പം ടേസ്റ്റും അതേപോലെ ടേസ്റ്റും കേട്ടോ. നമ്മളതിപ്പോൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പൊറോട്ട ആണെങ്കിലും നമ്മൾ പിച്ചി എടുക്കുമ്പോൾ വരത്തില്ലല്ലോ, റബ്ബർ പോലെ ഇങ്ങനെ വലിഞ്ഞു വരും. അപ്പോൾ ഇത് അതേപോലെ അല്ല, നമുക്ക് പെട്ടെന്ന് പിച്ചി എടുക്കാൻ പറ്റും, നല്ല സോഫ്റ്റാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇപ്പോൾ പൊറോട്ടയ്ക്ക് വേണ്ടി ഞാൻ 2.5 കപ്പ് മൈദയാണ് എടുത്തേക്കുന്നത്. 250 ml 2.5 കപ്പ് മൈദ. പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു മുട്ടയാണ്. ഒരു മുട്ട മാത്രം ചേർത്ത് കൊടുത്താൽ മതി, നല്ല സോഫ്റ്റ് ആകും കേട്ടോ. പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ പഞ്ചസാര. ഒരു യെല്ലോയിഷ് കളർ കിട്ടാൻ വേണ്ടിയാണ് പഞ്ചസാര ചേർക്കുന്നത്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് പാലാണ്. അത് 2 ടേബിൾ സ്പൂൺ നമ്മൾ തിളപ്പിക്കാത്ത പശുവിൻ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇതെല്ലാം കൂടെ ഒന്നിച്ച് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് വെള്ളമാണ് ചേർക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. അപ്പം ഇത്രയും മാവിന് 1 കപ്പ് സാദാ പച്ചവെള്ളം തന്നെ മതിയാവും. എന്നിട്ട് കുറച്ച് ഒഴിച്ചിട്ട് നന്നായിട്ടിത് കുഴച്ചെടുക്കാം. എന്നിട്ട് കയ്യിൽ നന്നായിട്ട് ഒട്ടുന്ന പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് മൈദാമാവ് ഇട്ട് കൊടുത്തിട്ട് കുഴച്ചെടുക്കാം. ഇതേപോലെ കുഴച്ചിട്ട് കയ്യിലൊട്ടുമ്പം കുറച്ചും കൂടെ മാവ് ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ നന്നായിട്ട് കുഴച്ചെടുക്കണം. ഈ സമയത്ത് നന്നായിട്ട് കുഴച്ചെടുക്കുമ്പോഴാണ് പൊറോട്ട നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നത്. ഇപ്പോൾ മാവ് നന്നായിട്ട് കുഴച്ചതെല്ലാം എടുത്തിട്ടുണ്ട്, നന്നായിട്ട് അയച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഓയിൽ പുരട്ടിയിട്ട് മിനിമം ഒരു 4 മണിക്കൂറത്തേക്ക് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പം ഞാനിവിടെ എടുത്തേക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. അപ്പം വെളിച്ചെണ്ണയെക്കാട്ടിയും കൂടുതൽ നല്ലത് സൺഫ്ലവർ ഓയിൽ തേച്ചിട്ട് ഇതേപോലെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നതാണ്. അപ്പം ഇത് തേച്ചതിന് ശേഷം ഞാൻ ഒരു നനഞ്ഞ തുണി അതിന് മുകളിൽ ഇടുന്നുണ്ട്. അപ്പം മാവ് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയാണ് നനഞ്ഞ തുണി ഇതുപോലെ മുകളിലിട്ട് മൂടി വെക്കുന്നത്. എന്നിട്ട് ഒരു 4 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് എടുക്കാം. ഇപ്പോൾ ഒരു 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ വിരൽ തൊടുമ്പോൾ തന്നെ അങ്ങ് കുഴിഞ്ഞു പോകും, അതേപോലെ സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് കുറച്ചും കൂടെ എണ്ണ നമ്മുടെ കയ്യിലൊന്ന് തടയിന് ശേഷം ഒന്നുകൂടെ ഒന്ന് ഉരുട്ടിയില എടുത്തതിന് ശേഷം ഇത് 2 ഭാഗമാക്കണം. 2 ഭാഗമാക്കിയതിന് ശേഷം നമുക്കിത് ബോൾസാക്കി എടുക്കാം. എന്നിട്ട് നമ്മുടെ കൈയുടെ ഹോളിലൂടെ ഇതേപോലെ തിരി കയറ്റിയിട്ട് നമുക്ക് ബോൾസാക്കി എടുക്കാം. ഇതേപോലെ വേണം ബോൾസാക്കി എടുക്കാൻ, കാരണം ലംസ് ഒന്നും കാണാതിരിക്കാൻ വേണ്ടിയും അതേപോലെ നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയാണ് ഇതേപോലെ ബോൾസാക്കി എടുക്കുന്നത്. എന്നിട്ട് എണ്ണ പുരട്ടിയിട്ട് ഇതും ഇതേപോലെ മാറ്റി വെക്കണം. മാറ്റി വെക്കുമ്പോഴത്തേക്കും നമ്മൾ തുണി ഇട്ട് മൂടണം. നമ്മൾ ആ നനഞ്ഞ തുണി ഉണ്ടല്ലോ, അതിട്ട് മൂടി വേണം ഈ ബോൾസൊക്കെ നിരത്തി വെക്കാൻ. കാരണം ഇത് ഡ്രൈ ആയി പോയി കഴിഞ്ഞാൽ പിന്നെ ഹാർഡായി പോവും. അടുത്തതും ഇതേപോലെ കുറച്ച് മാവ് എടുത്തിട്ട് ഇതേപോലെ ബോൾസാക്കി എടുക്കാം. അപ്പോൾ ഈ ബോൾസാക്കി എടുത്തതും ഇതേപോലെ ഒരു 10-15 മിനിറ്റ് ഇതേപോലെ നനഞ്ഞ തുണി ഇട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം നമുക്ക് ഇത് പരത്തിയെടുക്കാം. ഞാൻ ഇപ്പോൾ ചപ്പാത്തി പലകയ്ക്കകത്ത് തന്നെയാണ് പരത്തിയെടുക്കുന്നത്. ഞാൻ വീശി അടിക്കുന്നില്ല. വീശി അടിക്കേണ്ട ആവശ്യമില്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവായതുകൊണ്ട് നമുക്ക് വീശി അടിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നിർബന്ധം ഉണ്ടെങ്കിൽ നമുക്ക് വീശി അടിക്കാം, പക്ഷേ എനിക്ക് അറിയത്തില്ല. ഒന്നാമത്തെ കാര്യം, എനിക്ക് വീശി അടിക്കാൻ അറിയത്തില്ല. പിന്നെ ഇതിനകത്ത് വീശി അടിക്കേണ്ട കാര്യമില്ല, നമ്മൾ കൈ കൊണ്ടങ്ങ് പരത്തിയെടുത്താൽ മതി. നമുക്ക് എളുപ്പം നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ചപ്പാത്തി പലകയ്ക്കകത്തും കുറച്ച് എണ്ണ പുരട്ടിയിട്ട് നമുക്ക് ഇതേപോലെ പരത്തിയെടുക്കാം. ഒരു ചെറിയ പാത്രത്തിൽ അടുത്ത് ഞാൻ എണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ എണ്ണ തൊട്ടാണ് ഞാൻ ഇതേപോലെ പരത്തിയെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വേണം ചെയ്തെടുക്കാൻ വേണ്ടി. എണ്ണമയം ഒട്ടും കുറവ് വരരുത്. ആദ്യം നടുഭാഗത്ത് നിന്ന് വേണം പരത്തി വരാൻ, എന്നിട്ട് വേണം നൈസായിട്ട് ഇതേപോലെ ഇങ്ങ് പരത്തിയെടുക്കാൻ വേണ്ടി. നന്നായിട്ടെല്ലാം പരത്തിയതിന് ശേഷം ഒരു കൊത്തി കൊണ്ട് അത് 2ആക്കി മാറ്റിയിട്ട് ഒരു ഭാഗം എടുത്ത് ചുറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ തീരെ കനം കുറഞ്ഞ ചെറിയ പൊറോട്ടയാണ് ഉണ്ടാക്കുന്നത്. അപ്പം വലിയ പൊറോട്ട വേണമെങ്കിൽ അത് ഫുള്ള് മാവ് എടുത്തിട്ട് ഇങ്ങനെ ചുറ്റിയെടുത്ത് വെക്കാം. അപ്പം ഞാൻ ചെറിയ പൊറോട്ടയാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് 2 പീസാക്കിയിട്ട് ഇതേപോലെ ചുറ്റിയെടുക്കുന്നത്. അപ്പോൾ ആ രണ്ടാമത്തതും ഒന്നും കൂടെ ഒന്ന് പരത്തിയിട്ട് ഇതേപോലെ വലിച്ചിട്ട് അങ്ങ് ചുറ്റിയെടുത്താൽ മതി. അപ്പോൾ ഈ ചുറ്റെടുത്ത മാവും ഇതേപോലെ നിരത്തി വെച്ചിട്ട് പിന്നെ നമ്മൾ നനഞ്ഞ തുണിയിട്ട് മൂടി വെക്കണം കേട്ടോ. ഞാൻ പറയുന്ന പോലെ അത് തുറന്ന് വെച്ചിരുന്നാൽ പിന്നെ ഡ്രൈ ആയിപ്പോവും. അപ്പോൾ എപ്പോഴും ആ എണ്ണമയം കാണും, അതുകൊണ്ട് നനഞ്ഞ തുണിയിട്ട് മൂടി വെക്കണം. അടുത്തതും ഇതേപോലെ പരത്തി എടുത്തിട്ട് ഞാൻ ഇത് ലെയറായിട്ട് എടുക്കുവാണ്. അപ്പം ഈ കത്തി കൊണ്ട് ഇങ്ങനെ വരഞ്ഞു കൊടുത്താൽ മതി. ചെറിയ ലെയർ പോലെ ഇങ്ങനെ കിട്ടും. എന്നിട്ട് ഇതും ഒന്നിച്ചെടുത്തിട്ട് ഇതേപോലെ നമുക്ക് ചുറ്റി വെക്കാം.
അപ്പോൾ ഈ ചുറ്റെടുത്ത മാവും നമ്മൾ നനഞ്ഞ തുണിയിൽ മൂടി വെക്കുന്നുണ്ട്, എന്നാലേ സോഫ്റ്റായിട്ട് ഇരിക്കത്തുള്ളൂ. ഇനി നമുക്ക് ചുടാൻ തുടങ്ങാം. അതിന് വേണ്ടി ഇതേപോലെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഒരുപാട് അങ്ങ് പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് ചുട്ടെടുക്കാം. നല്ല ചൂടായിട്ട് കിടക്കുന്ന തവയ്ക്കകത്ത് വേണം ചുട്ടെടുക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ചുട്ടെടുക്കാം. അപ്പം നമ്മൾ ചുട്ടെടുക്കുന്ന സമയത്ത് മാത്രം അത് ഇങ്ങനെ പരത്തി എടുത്താൽ മതി. അപ്പോൾ അതിന് മുമ്പ് ഇങ്ങനെ പരത്തി വെച്ചേക്കരുത് കേട്ടോ. അതെല്ലാം കൂടെ ജോയിൻ്റായി ഒന്നുകൊണ്ട് ഇത് ബോൾസായി വരും. അതുകൊണ്ട് ചുട്ടെടുക്കുന്ന സമയത്ത് മാത്രം ഇതേപോലെ പരത്തിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. നല്ല ചൂട് തവയ്ക്കകത്തോട്ട് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ടിത് തിരിച്ച് മറിച്ചുമൊക്കെ ഇട്ട് നന്നായിട്ടിത് മുരിച്ചെടുക്കാം. അപ്പോൾ ചുട്ടെടുക്കുന്ന ഓരോ പൊറോട്ടയും നമുക്ക് ചൂടാറാത്ത പാത്രത്തിലോട്ട് ഇട്ട് വെക്കണം. കാരണം നമുക്ക് പിന്നെ ഇത് അടിച്ചെടുക്കേണ്ടതാണ്. ചൂടോടെ തന്നെ ഒന്നിച്ച് കൈകൊണ്ട് അടിച്ചെടുക്കേണ്ടതാണ്. അതുകൊണ്ട് ഒരു ചൂടാറാത്ത കാസ്ട്രോളിലോ നമുക്കിത് ഇട്ട് വെക്കാം. ഒരു 5-6 പൊറോട്ട ചുട്ട് കഴിയുമ്പോഴത്തേക്ക് നമ്മളിതെല്ലാം കൂടെ ഒന്നിച്ചിട്ട് ചപ്പാത്തി പലകയ്ക്കകത്ത് തന്നെയാണ് ഞാനിട്ട് അടിച്ചെടുക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ ലെയറൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് വരും. ഇനി നമുക്കിത് കിഴി കെട്ടാൻ വേണ്ടി എടുക്കാം. അതിന് വേണ്ടി ഒരു വാഴയില ഞാൻ വാട്ടിയെടുത്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 പൊറോട്ട ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ബീഫ് റോസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ബീഫ് റോസ്റ്റാണ്. എന്നിട്ട് നമുക്കിത് വാഴയിലേക്കകത്ത് ഇതേപോലെ കിഴി പോലെ കെട്ടിയിട്ട് ഒരു വാഴവള്ളി കൊണ്ട് ചുറ്റിയെടുത്ത് കെട്ടിവെക്കാം. ആദ്യം ഈ വാഴയില നന്നായിട്ടൊന്ന് വാട്ടിയെടുത്തതിന് ശേഷം വേണം ഇതേപോലെ നമ്മൾ കിഴി കെട്ടാൻ വേണ്ടി എടുക്കാം കേട്ടോ. അല്ലെങ്കിൽ വാഴയില പൊട്ടിപ്പോവും. അതിൻ്റെ വെളിയിൽ കൂടെ നമുക്ക് നമ്മുടെ പൊറോട്ടയും കറിയും എല്ലാം വെളിയിൽ പോവും. അപ്പം വാഴയില നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുവാണെങ്കിൽ നന്നായിട്ട് നമുക്ക് പൊതിഞ്ഞെടുക്കാൻ പറ്റും. പൊതിഞ്ഞ് കെട്ടി വെക്കാം. അപ്പം അങ്ങനെ ഒരു കിഴി കെട്ടി വെച്ചിട്ടുണ്ട്. ഇപ്പം ഇതേപോലെ 4 എണ്ണമാണ് ഞാൻ കെട്ടി വെക്കുന്നത്. എന്നിട്ട് ഞാനൊരു ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ആവി വരുമ്പോഴത്തേക്ക് നമുക്കിത് നിരത്തി വെച്ചിട്ട് നന്നായിട്ട് ആവി കയറ്റിയെടുക്കാം. ഒരു 15 മിനിറ്റോളം നല്ലതായിട്ട് ആവി കയറ്റിയെടുക്കണം. എന്നാലേ നമ്മുടെ മസാലയും ബീഫിൻ്റെ മസാലയും എല്ലാം നമ്മുടെ പൊറോട്ടയിലെല്ലാം പിടിച്ചിട്ട് നല്ലൊരു സ്മെല്ല്, ആ ഇലയുടെയും പൊറോട്ടയുടെയും ബീഫിൻ്റെയൊക്കെ നല്ലൊരു സ്മെല്ല് പുറത്ത് വരും. നമ്മൾ ഈ ആവി വരുമ്പോൾ തന്നെ പുറത്ത് വരും. അപ്പോൾ കിഴി പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ കേട്ടോ. അപ്പോൾ ഇത് ചൂടോടെ തന്നെ കഴിക്കാൻ നോക്കുക. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും അതേപോലെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യാൻ മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും അതേപോലെ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ ഓക്കെ, താങ്ക് യു.